അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം. അതിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്യുന്നത്, വ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ശ്ലോകങ്ങളിലേക്ക്. നാരദ ഉവാച ഗുണാനാം ലക്ഷണം താത ഭവതാ കഥിതം കില ന തൃപ്തോസ്മി പിബന്മിഷ്ടം ത്വന്മുഖാൽ പ്രച്യുതം രസം. ഗുണാനാം തു പരിജ്ഞാനം യഥാവദനുവർണ്ണയ യേനാഹം പരമാം ശാന്തിമധിഗച്ഛാമി ചേതസി. വ്യാസ ഉവാച ഇതി പൃഷ്ടസ്തു പുത്രേണ നാരദേന മഹാത്മനാ ഉവാച ജഗൽകർത്താ രജോ ഗുണസമുദ്ഭവ. ബ്രഹ്മോവാച ശൃണു നാരദ വക്ഷ്യാമി ഗുണാനാം പരിവർണ്ണനം സമ്യഗ്നാഹം വിജാനാമി യഥാമതി വദാമി തേ. സത്വം തു കേവലം നൈവ കുത്രാപി പരിലക്ഷ്യത്തെ മിശ്രീഭാവാത്തു തേഷാം വൈ മിശ്രത്വം പ്രതിഭാതി വൈ. യഥാ കാചിദ്വരാ നാരീ സർവഭൂഷണഭൂഷിതാ ഹാവഭാവയുതാ കാമം ഭർത്തു പ്രീതികരീ ഭവേൽ.
മാതാപിത്രോസ്തഥാ സൈവ ബന്ധുവർഗസ്യ പ്രീതിദാ ദുഃഖം മോഹം സപത്നീഷു ജനയത്യപി സൈവ ഹി ഏവം സത്വേന തേനൈവ സ്ത്രീത്വമാപാദിതേന ച രജസസ്തമസശ്ചൈവ ജനിതാ വൃത്തിരന്യഥാ രജസാ സ്ത്രീകൃതേനൈവ തമസാ ച തഥാ പുനഃ അന്യോന്യസ്യ സമായോഗാദന്യഥാ പ്രതിഭാതി വൈ അവസ്ഥാനാൽ സ്വഭാവേഷു നൈവ ജാത്യന്തരാണി ച ലക്ഷ്യന്തേ വിപരീതാനി യോഗാൻ നാരദ കുത്രചിൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ഇന്ന് തൃതീയ സ്കന്ധം 9-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകം മുതൽ 10 ശ്ലോകങ്ങൾ 10-ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ തൃപാദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നാരദൻ പറഞ്ഞു, ഗുണങ്ങൾ തൻ ലക്ഷണത്തെ പറഞ്ഞല്ലോ ഭംഗിയായി, തവ വാക്കു കേട്ടിട്ടെന്നിൽ തൃപ്തിയായില്ല. ഗുണങ്ങൾ തൻ പരിജ്ഞാനം ഉണ്ടാകുന്ന വിധത്തിലായി പറയേണേ മമ മനം ശാന്തി നേടട്ടെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, പുത്രനും മഹാത്മാവുമാം നാരദന്റെ വാക്കു കേട്ടു രജോ ഗുണ സമുദ്ഭൂതൻ ബ്രഹ്മാവു ചൊല്ലി. ബ്രഹ്മാവ് പറഞ്ഞു, ഗുണങ്ങൾ തൻ സ്വഭാവത്തെ കേട്ടുകൊള്ളുക, എനിക്കവ അറിയില്ല പൂർണ്ണമായും കഴിയും പോലെ. സത്യം മാത്രമായി ഒരിടത്തുമില്ല, സത്വം മാത്രമായി ഒരിടത്തുമില്ല. ഗുണങ്ങൾക്കു മിശ്രഭാവമാണു അവ ഒരുമിച്ചല്ലോ. സർവാഭരണ ഭൂഷിതയാം സുന്ദരിയാം യുവതി പ്രവൃത്തിയാൽ തൻ പതിയെ സന്തോഷിപ്പിക്കും. മാതാപിതാ ബന്ധുക്കൾക്കും
അവളേകും പരിചര്യ സപത്നിമാർക്കേകുമവൾ ദുഃഖമോഹങ്ങൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വിധത്തിൽ സ്ത്രീയായിട്ടു സത്വഗുണത്തെ കാണുക. അപ്പോൾ സത്വഗുണം സ്ത്രീയെ പോലെ നൽകുന്നു. രജസ്സിനും തമസ്സിനും വ്യത്യസ്തമായിടുന്ന താം വൃത്തികളെ ഉണ്ടാക്കുന്നു അറിഞ്ഞിടുക. അതുപോലെ സ്ത്രീയുടെ സ്ഥാനത്തു നിൽക്കും രജോതമോ ഗുണങ്ങളും വ്യത്യസ്ത ഭാവം ജനിപ്പിക്കും. ഗുണങ്ങളോ സ്വന്തം ഭാവം തന്നിൽ നിന്നാൽ വൃത്തിഭേദം ഉണ്ടാകില്ല. സംയോഗത്താൽ വിപരീതങ്ങൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി നാരായണ, അമ്മേ ലക്ഷ്മി നാരായണ, അമ്മേ ഭദ്രേ നാരായണ, അമ്മേ ശരണം. അമ്മേ ശരണം. ദേവി ശരണം. ലക്ഷ്മി ശരണം. ഭദ്രേ ശരണം. വാണി ശരണം. കാളി ശരണം. ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ. മോക്ഷാബ്ധിയാകുന്ന, മോക്ഷമാകുന്ന കടലിനെ മഥനം ചെയ്ത് അതിൽ നിന്നും അതിൻ്റെ സാരമായ നാരായണീയ നറുനവനീതം കടഞ്ഞെടുത്ത് ഭഗവാന്, ആ നാരായണന് സമർപ്പിച്ച നാരായണ ഭട്ടതിരി, ആ സമർപ്പണത്തിൻ്റെ സ്മരണ നിറഞ്ഞു നിൽക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വൃശ്ചികം 28. നാരായണീയമാം ഔഷധം എന്ന കീർത്തനം ഇപ്പോൾ ഇവിടെ പാടി സമർപ്പിക്കുന്നു. ഇത് രചിച്ചത് എൻ്റെ നല്ല പാതി തന്നെയായിട്ടുള്ള ശ്രീമതി ശ്രീജ ശ്രീഹരി നമ്പൂതിരിയാണ്. ആ കീർത്തനത്തിലേക്ക്. നാരായണീയമെന്നുള്ളൊരു ഭേഷജം നാരായണൻ തൻ്റെ ലീലതൻ സംഗ്രഹം. നാരായണീയമെന്നുള്ളൊരു ഭേഷജം നാരായണൻ തൻ്റെ ലീലതൻ സംഗ്രഹം. രോഗമുക്തിക്കുള്ള ദിവ്യമാമൗഷധം രാഗലോലൻ നിത്യം കേളിയാടുന്നിടം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രാധികാരക്ഷക. മേൽപുത്തൂർ രചന തന്നക്ഷര വൈഭവം മാറ്റിയിടും രോഗത്തെ എന്നതും നിശ്ചയം. ഓരോ വരിയിലും ഓമനക്കുട്ടൻ്റെ ഓടക്കുഴലിൻ്റെ മോഹന നിസ്വനം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ
ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രാധികാരക്ഷക. കർണാമൃതമിതു ആസ്വദിച്ചിടുകിൽ കർണത്തിൽ കേട്ടിടാം പൊൻതളാനാദവും ഭാഗവത കഥ മുത്തുകൾ കോർത്തൊരു ഭക്തി തന്മാലതാൻ ഈ സ്തോത്ര കാവ്യവും. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രാധികാരക്ഷക. ആനന്ദസാന്ദ്രമം അക്ഷരവിഗ്രഹം ആയുരാരോഗ്യ സൗഖ്യം നൽകും ഈ ഗ്രഹം. ആധികൾ വ്യാധികൾക്കൊക്കവേ നിഗ്രഹം ആവോളമാസ്വദിച്ചിടുവാനാഗ്രഹം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രാധികാരക്ഷക. മേന്മയേറിയിടുന്ന 100 ദശകത്ത മേഘവർണ്ണൻ തന്റെ സൽക്കഥാപുസ്തകം കോറിവെക്കട്ടെ ഞാൻ ഓരോ വരികളും. ഏറിടും ഭക്തിയാൽ എന്നുടെ നെഞ്ചകം. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രാധികാരക്ഷക. ഗോവിന്ദ ഗോവിന്ദ ഗോപികാവല്ലഭ ഗോവിന്ദ ഗോവിന്ദ രുക്മിണീ വല്ലഭ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരജ്ഞാനയജ്ഞം ഇന്ന് 203-ാമത്തെ ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8 കൂടിയുള്ള ഭാഗങ്ങളെയാണ് നമ്മളിപ്പോൾ പ്രഭാഷണ രൂപത്തിൽ വിചാരം ചെയ്യുന്നത്. ഇന്നലെ 8-ാമത്തെ അധ്യായം സമർപ്പിച്ചു. ഇന്ന് 9-ാമത്തെ അധ്യായത്തിലെ 8 ശ്ലോകങ്ങളെ ഗുണങ്ങളെക്കുറിച്ച് ദേവർഷിയായ ബ്രഹ്മപുത്രനായ നാരദൻ്റെ ചോദ്യം, നാരദ മഹർഷിയുടെ ആ ചോദ്യത്തിന് ലോകസൃഷ്ടാവായിരിക്കുന്ന സാക്ഷാൽ പത്മജനായിരിക്കുന്ന നാൻമുഖൻ ബ്രഹ്മാവ് നൽകുന്ന മറുപടി, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നാരദൻ ചോദിക്കുന്നു, ഗുണാനാം ലക്ഷണം താത ഭവതാ കഥിതം കില. ഹേ താത, അച്ഛനോട് പറയുകയാണ്, അങ്ങ് ഗുണങ്ങളുടെ ലക്ഷണത്തെക്കുറിച്ച് വളരെ നന്നായി പറഞ്ഞു.
ഭവതാ കഥിതം കില. പക്ഷേ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ന തൃപ്തോസ്മി പിബന്മിഷ്ടം ത്വന്മുഖാൽ പ്രച്യുതം രസം. പ്രകർഷേണ ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വചനാമൃതം, അതിൻ്റെ രസം, അങ്ങയുടെ ആ മുഖത്തു നിന്ന് നിർഗളിച്ച ത്വന്മുഖാംഭോജച്യുതം ആ ദേവീ കഥാമൃതത്തെ, വചനാമൃതത്തെ പാനം ചെയ്തിട്ടും എനിക്ക് തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് ഗുണാനാം തു പരിജ്ഞാനം യഥാവതനുവർണ്ണയ, ഗുണങ്ങളുടെ ശരിയായ പരിജ്ഞാനം, ശരിയായ അറിവ് എനിക്ക് ഉണ്ടാവുന്ന തരത്തിൽ അതിനെ എനിക്ക് വർണ്ണിച്ചു തരൂ. യേനാഹം പരമാം ശാന്തി അധിഗച്ഛാമി ചേതസി. അതുകൊണ്ട് എന്താണ് ഗുണം എന്നാണെങ്കിൽ അത് കേട്ട് എൻ്റെ മനസ്സിന് പരമാം ശാന്തിയും, പരമമായ ശാന്തി നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഗുണങ്ങളുടെ പരിജ്ഞാനം എനിക്ക് ഉണ്ടാവുന്ന വിധത്തിൽ അത് പറഞ്ഞു തരൂ. വേദവ്യാസൻ പറയുകയാണ്, ഇതി പൃഷ്ടസ്തു പുത്രേണ നാരദേന മഹാത്മന ഉവാച ച ജഗൽകർത്ത രജോ ഗുണസമുദ്ഭവ. രജോ ഗുണത്തിൽ നിന്ന് ഉണ്ടായ, രജോ ഗുണം ആണ് ബ്രഹ്മാവിൻ്റെ ആ ലക്ഷണം തന്നെ അല്ലേ. അപ്പം രജോ ഗുണത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവ് തൻ്റെ പുത്രനായ മഹാത്മാവായ നാരദനിൽ നിന്ന് ഇങ്ങനെ ചോദ്യമുണ്ടായപ്പോൾ, പുത്രനും മഹാത്മാവും പുത്രേണ നാരദേന മഹാത്മന, അങ്ങനെ ഇരിക്കുന്ന സൃഷ്ടികർത്താവ് ബ്രഹ്മാവ് നാരദനോട് ഇങ്ങനെ പറഞ്ഞു. ഇനി ബ്രഹ്മാവിൻ്റെ വാക്കുകളാണ് നമുക്ക് 5 ശ്ലോകങ്ങളിലൂടെ ഇന്ന് കേൾക്കാനായിട്ട് സാധിക്കുക. ബ്രഹ്മാവ് പറഞ്ഞു, ശൃണു നാരദ വക്ഷ്യാമി ഗുണാനാം പരിവർണ്ണനം. ഹേ നാരദ, ഗുണങ്ങളുടെ സ്വഭാവം ഞാൻ വർണ്ണിക്കാം. വക്ഷ്യാമി, ഞാൻ എന്താ പറയാം, അത് കേട്ടോളൂ. സമ്യഗ്നാഹം വിജാനാമി യഥാമതി വദാമി തേ. അത് വേണ്ട പോലെ അറിയാൻ എനിക്കും സാധിച്ചിട്ടില്ല, എനിക്കും നന്നായിട്ട് അറിയില്ല. എങ്കിലും യഥാമതി വദാമിത്തെ, എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ മതിക്ക് യോജിച്ച തരത്തിൽ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ഭാഗവതത്തിൽ സൂതൻ പറയുന്നത് പോലെ യഥാധീതം യഥാമതി, ഞാൻ എന്താണോ പഠിച്ചത് അത് എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറയാം എന്നാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് പറയാനുള്ള കഴിവോ ശേഷിയോ ശേമുഷിയോ എനിക്കില്ല. ഞാൻ പഠിച്ചത് എൻ്റെ ബുദ്ധി അനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് പറയുകയാണ്, സത്വം തു കേവലം നൈവ കുത്രാപി പരിലക്ഷ്യത്തെ. കേവലമായ സത്വം, സത്വം മാത്രം, സാത്വികമായത് മാത്രം, അത് ഒരിടത്തും കാണപ്പെടുന്നില്ല എന്നാണ്. നൈവ കുത്രാപി പരിലക്ഷ്യത്തെ. പിന്നെയോ മിശ്രീഭാവാത്തു തേഷാം വൈ മിശ്രത്വം പ്രതിഭാതി വൈ. അപ്പോൾ ഗുണങ്ങൾക്ക് മിശ്രഭാവമാണ്, ഒന്നോട് ചേർന്നിരിക്കുന്നു, അതാണ് കാണുന്നത്. കാരണം അവ ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഒരുമിച്ചിരിക്കുമ്പോൾ മിശ്രഭാവം ഉണ്ടാവുള്ളൂ അല്ലേ, ഒന്നിൻ്റെ മാത്രം സ്വഭാവം കാണാൻ സാധിക്കില്ല. ഇതൊക്കെ ചേർന്നിരിക്കണു. അതുകൊണ്ട് കേവലമായ സാത്വികമായ ഭാവമില്ല, മിശ്രഭാവമാണുള്ളത്. അത് പറഞ്ഞു തരാം. യഥാ കാചിദ്വരാനാരി, എന്നിട്ടൊരു ഉപമ പറയുകയാണ്. സർവാഭരണഭൂഷിത കാചിത് വരാനാരി, സർവാഭരണഭൂഷിതയായിരിക്കുന്ന സുന്ദരിയായ ശ്രേഷ്ഠയായ ഒരു തരുണി, ഒരു പെൺകുട്ടി. ഹാവഭാവയുതാകാമം ഭർത്തു പ്രീതികരീ ഭവേൽ. ഭാവഹാവാദികളെ കൊണ്ട്, നമ്മൾ പറയാറില്ലേ ഇവിടെ ഹാവഭാവയുത, തിരിച്ചാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹാവഭാവങ്ങൾ കൊണ്ട് തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിൽ സന്തോഷം ജനിപ്പിക്കുന്നു ഈ പെൺകുട്ടി. അതേസമയം മാതാ പിത്രോസ് തഥാ സൈവ ബന്ധുവർഗസ്യ പ്രീതിത, മാതാപിതാക്കൾക്ക് അതേപോലെ തന്നെ ബന്ധുജനങ്ങൾക്ക് ഒക്കെ തൻ്റെ ഭർത്താവിന് സന്തോഷത്തെ നൽകുന്ന അവൾ പരിചരണാദികൾ ചെയ്തും കൊണ്ട് അവർക്കും പ്രീതി കൊടുക്കുന്നു.
അവർക്കും സന്തോഷമാണ്. ഇതേ സമയം അതേ ആ തരുണി തന്നെ, ആ സ്ത്രീ തന്നെ ദുഃഖം മോഹം സപത്നീഷു ജനയത്യപി സൈവഹി, സപത്നിമാർക്ക് അവർക്ക് ദുഃഖത്തെയും മോഹത്തെയും നൽകുന്നു. ഭർത്താവിനും ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ സന്തോഷത്തെ നൽകുന്ന അതേ പെൺകുട്ടി തന്നെ ഇവിടെ തൻ്റെ സപത്നിമാരിൽ ദുഃഖവും മോഹവും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പം ഈ പെൺകുട്ടി ആരെ പോലെ എന്നാണ് പറയണത്? സത്വഗുണം ഇതേപോലെയാണെന്നാണ്. ഏവം സത്വേന തേനൈവ സ്ത്രീത്വം ആപാദിതേന ച. ഇപ്പം ആ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മൾ സത്വഗുണത്തെ സങ്കല്പിക്കുക. അപ്പം എന്തുണ്ടാവും? സത്വഗുണം ആ സ്ത്രീയെ പോലെ രജോ ഗുണത്തിനും തമോ ഗുണത്തിനും വ്യത്യസ്തമായ വൃത്തികൾ ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പം തമോ ഗുണവും രജോ ഗുണവും ഉണ്ട്. ആ സത്വഗുണം ഉള്ളതുപോലെ തന്നെ അവളിലൂടെ രജോ ഗുണവും തമോ ഗുണവും കടന്നു വരുന്നു. ഇതേപോലെ സത്വഗുണം ആ സ്ത്രീയെ പോലെയാണ് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള 8ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. 9ാമത്തെ ശ്ലോകം മുതൽ 21ാമത്തെ ശ്ലോകം വരെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോക്ഷാബ്ധി സാരതര ഭാഗവതാഖ്യദത്നോ നാരായണീയ നവനീതമിതം ഗൃഹീത്വ മായാമയൗഘ പരിതപ്തജനായ യോദാൽ നാരായണാവനിസുരായ നമോസ്തു തസ്മൈ എന്ന പ്രാർത്ഥനയോടുകൂടി ഇപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും പൊന്നുഗുരുവായൂരപ്പൻ ജഗജ്ജനനിയായ ആ ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ജഗദംബികായൈ നമഃ. ശ്രീ മഹാലക്ഷ്മിയൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.